ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പഴയ കൃഷിയിലോട്ട് ഒരു തിരിഞ്ഞുനോട്ടമാണ്. ഇപ്പം വിളവെടുപ്പൊക്കെ ഏകദേശം അവസാനത്തോളമൊക്കെ ആയി. പക്ഷേങ്കിൽ നമ്മുടെ തക്കാളി, ഈ പുതിയ തലമുറയിലെ തക്കാളിയിൽ നമ്മൾ ഇതുവരെ വിളവെടുത്തിട്ടില്ല. അത് പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ കുറച്ച് കൃഷികളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ടെറസിൽ നിൽക്കുന്ന നമ്മൾ പാകി കിളിപ്പിച്ച തക്കാളിയാണ് നിൽക്കുന്നത്. ഇഷ്ടം പോലെ കാ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ചൂടായതുകൊണ്ടായിരിക്കും ഇലയൊക്കെ ഒരു വാട്ടം മാതിരിയുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. ഞാൻ 2-3 നേരമൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട് അത്യാവശ്യം. അപ്പം നമ്മൾ തന്നെ ഒരു തക്കാളി എടുത്തിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടാൽ നമുക്ക് വീണതായ തക്കാളി ഇഷ്ടം പോലെ കിട്ടിക്കോളും. നമ്മുടെ അടുത്ത തലമുറയിലെ തക്കാളി നല്ലതുപോലെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും നട്ടതിന് ശേഷം അതൊന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിച്ചേക്കാമെന്ന് എഴുതിയിട്ടാണ്. നമ്മൾ തന്നെ പാകി കിളിപ്പിച്ച തക്കാളി ഉണ്ടല്ലോ, സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മൾ പാകി കിളിപ്പിച്ച തക്കാളിയാണിത്. അതെല്ലാം കാണിക്കാമേ. ക്യാബേജ് കാണിക്കാം. അപ്പം 3 ക്യാബേജ് ഉണ്ടായിരുന്നു. 3 ക്യാബേജിൻ്റെയും വിളവെടുത്തു. ക്യാബേജിൻ്റെ തോരൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വേറെ കൊമ്പുകൾ കണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് എങ്ങനെ അതിൻ്റെ സംഭവമൊന്നും അറിയത്തില്ല. ഇതെങ്ങനെയാണ് ഇതിനകത്ത് അരി പിടിക്കുന്നതെന്നോ എവിടെയാണ് അരി പിടിക്കുന്നതെന്നോ നമുക്കറിയത്തില്ല. ഇത് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അപ്പം വേറെ വരാണ്ട് ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട്. ഇതിനി പറിച്ച് മാറ്റി നടണോ ഒന്നും അറിയത്തില്ല കേട്ടോ. അറിയാവുന്നവരൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇത് നമ്മുടെ ഇതാണിത് കോളിഫ്ലവറിൻ്റെ ഇലയെ കണ്ട് ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ നിൽക്കുക. കോളിഫ്ലവർ വെട്ടിയെടുത്തെങ്കിലും ഒരു കുഴപ്പമില്ല, ഒരു വാട്ടം പോലും ഇല്ല. കണ്ടില്ലേ? അതെടുത്ത് മാറ്റാനും തോന്നില്ല. അരിയെങ്ങാനും പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ എന്ന് കരുതി നിർത്തിയിരിക്കുകയാണ്. കൊമ്പുകൾ വരുമെന്നാണ് ആരോ പറഞ്ഞിരുന്നത്. ഇതുവരെ അതിനകത്ത് കൊമ്പൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു കോളിഫ്ലവർ ഇവിടെ നിൽപ്പുണ്ട്. അതിന് പരുവായിട്ടില്ല, കുറച്ചുകൂടെ ആവട്ടെ. അത് ഏറ്റവും ചെറുതായിരുന്നു. ഇതൊരു പുതിയ ഇനം വഴുതനയാണ്. ഇത് കുഞ്ഞു പ്രായത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറേ കൂടെ വളർന്നിട്ടുണ്ട്. നമ്മുടെ 7 സ്റ്റാറിൻ്റെ ബാഗിനകത്താണ് നട്ടിരിക്കുന്നത്. വെണ്ടയ്ക്ക് നല്ലതുപോലെ പിടിച്ച് ഞാൻ കുറേയൊക്കെ വെട്ടിയെടുത്തു. ഇനിയിപ്പം അതിൻ്റെ വിത്തിന് നിർത്തിയിരിക്കുന്നതാണിത്. പഴയ തക്കാളി ഉണങ്ങി പോകാറായെങ്കിലും പിന്നെയും അതിനകത്ത് പിടിക്കുകയാണ് പാവം. അവിടെ എന്തുമാത്രം പിടിച്ചെന്നറിയാമോ? 4 തക്കാളിക്കകത്ത് ഒരു 4-5 കിലോ തക്കാളിക്ക് കിട്ടിക്കാണും. അപ്പം വഴുതനങ്ങയും കണ്ടില്ലേ, ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട്. ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഇനിയിപ്പം 2ാമത്തെ പിടിപ്പിലോട്ട് കയറിയിരിക്കുക. ആദ്യത്തെ വലിപ്പം ഇപ്പം 2ാമത്തേനില്ല. ഇപ്പം 2ാമത്തെ ട്രിപ്പ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ നീളമൊക്കെ ഒന്ന് കുറഞ്ഞു. എന്നാലും വേണ്ടില്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ടല്ലോ. അടുത്ത പയർ നമ്മൾ നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ടെറസിലെ വെണ്ടയ്ക്ക് അന്ന് കാണിച്ചപ്പോൾ വളരെ പരിതാപകരമായിരുന്നു. അന്ന് കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് രക്ഷപ്പെടില്ല എന്നായിരുന്നു. പക്ഷേ അതിനകത്ത് നമ്മുടെ വളമൊക്കെ കൊടുത്തപ്പോൾ നമ്മുടെ വീട്ടിൽ വെള്ളം തന്നെ, അതായത് ആട്ടുംകാഷ്ടവും കോഴിവളവും എല്ലാം കൂടെ മിക്സ് ചെയ്തതും ജൈവവളവും എല്ലാം ഇട്ട് കൊടുത്തപ്പോൾ നല്ലതുപോലെ കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ടെറസിൽ അടിഞ്ഞുവിടുന്ന ഈ കരിയിലകളൊക്കെ ഉണ്ടല്ലോ, കാറ്റത്ത് മരങ്ങളുണ്ടാണ്ട് ഇഷ്ടം പോലെ വീഴും. അപ്പോൾ ആ കരിയിലയും കൂടെ ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കുന്ന അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള തണലും കിട്ടും, ഇഷ്ടം പോലെ വെണ്ടയ്ക്കയും കിട്ടും. ഇപ്പോൾ നമ്മുടെ കടലയാണിത്. കടലയൊക്കെ കാറ്റത്തൊക്കെ വീണൊക്കെ പോയി. കടല നമുക്ക് പിടിച്ചില്ലെങ്കിലും കടലയുടെ ചെടി എന്താണെന്ന് മനസ്സിലായല്ലോ. കുറേ പേര് കടല എന്തായെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കടലയും മട്ടറും ഒക്കെ. കടലയുടെ ഇല വേണമെങ്കിൽ അത്യാവശ്യം പിച്ച് നമുക്ക് കറിക്കകത്തൊക്കെ ഇടാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് അതിന്. ഇത് മട്ടറും ഇടയ്ക്ക് ഒരു മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് എല്ലാം നിലത്ത് വീണ് പോയി. എന്നാലും ഇത്രയൊക്കെ നിൽപ്പുണ്ട്. എന്താണെന്ന് നോക്കാം. കാ പിടിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു ഇല പോലും നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനെ വളർന്നു വരുന്ന ഒരിലയും നമ്മളിതുവരെ കണ്ടിട്ടില്ല ഒരു പച്ചക്കറിയിലും. കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതെന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇത് എവിടെ കണ്ടാലും ഇത് മട്ടറാണ്, അല്ലെങ്കിൽ അത് കടലയാണ്, അതിൻ്റെ ഇലയാണ്, എൻ്റെ അമ്മ വളർത്തിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്ന് പറയുമല്ലോ. ഇത് ഞാനൊരു പാക്കറ്റ് ക്യാരറ്റിൻ്റെ അരി വാങ്ങിച്ചിട്ട് കിളിപ്പിച്ചതാണ്. കിളിക്കുമല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും പിടിക്കുമല്ലോ എന്നറിയത്തില്ല. എങ്കിലും 5-6 എണ്ണം പിടിച്ച് ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കലാകാരൻ ഉള്ളിക്കൃഷി. കിളിച്ച് വന്നപ്പോഴേ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് എന്തായി എന്നുള്ളത്. ഇതിപ്പോൾ എന്തായാലും 6 മാസമാണ് ഒരു ഉള്ളിയുടെ വളർച്ച കാലം എന്ന് പറയുന്നത്. എന്തായി വരുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്താണ് വെയിറ്റ് ആൻഡ് സീ അല്ലേ, പയ്യെ കാണാം എന്താണെന്ന്.
ഉള്ളി വന്ന് പോലും വന്നില്ല പോലും. അതിനിടയ്ക്ക് അത്യാവശ്യം ചീരയും കിളിച്ച് വരുന്നുണ്ട്. എവിടെ എങ്ങനെ നോക്കിയാലും ചീര വളർന്നു വരും. ഇത് നട്ടൊന്നുമല്ല കേട്ടോ, ഈ മണ്ണിനകത്ത് എങ്ങനെയൊക്കെ കാറ്റത്തൊക്കെ വന്ന് വീഴുന്നതൊക്കെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ നേരത്തെ ഇഷ്ടംപോലെ ചീര കൃഷി ഉണ്ടായിരുന്നല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ കൃഷിയുടെ തിരിഞ്ഞുനോട്ടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം. ഞാൻ ഒരുപാട് കൃഷിയൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് അത്രയൊന്നും ഇല്ലതാനും. എല്ലാം നന്നാലും അല്ലെങ്കിൽ 5-5 മൂട് വീതം ഞാൻ നടുന്നുള്ളൂ. അതിന് പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കുക. അതിനാവശ്യമുള്ളതായ കെയർ കൊടുത്താൽ മാത്രമേ നന്നായി വരികയുള്ളൂ, നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടുകയുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒത്തിരി കാലമായി പച്ചക്കറി വാങ്ങിച്ചിട്ട് എല്ലാം ഇങ്ങനെ നന്നാലും മൂടുണ്ടായതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ പിന്നെ എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം കിട്ടുകയുള്ളൂ. അപ്പം പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം. കാരണം എല്ലാവരും ചെയ്യട്ടെ, വിഷത്തിൽ നിന്നൊക്കെ കുറേ ഒന്ന് മുക്തി നേടട്ടെ എല്ലാവരും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.